ഇന്ന് 2025 സെപ്റ്റംബർ 15 വംശഹത്യയുടെ 710-ാം ദിനം. ഇസ്രായേലിൻ്റെ കിരാതമായ ആക്രമണങ്ങൾ ഗസയിൽ ഇപ്പോഴും തുടരുകയാണ്. ലോകത്തിൻ്റെ മുഴുവൻ എതിർപ്പുകൾക്കും പ്രതിഷേധങ്ങൾക്കുമിടയിൽ സയനിസ്റ്റ് രാഷ്ട്രം ഈ കൂട്ടക്കൊലകൾ കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ ദിവസം മാത്രം 60-ലേറെ നിരപരാധികളായ മനുഷ്യർ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. കുട്ടികൾ, സ്ത്രീകൾ, വൃദ്ധർ എന്നിവർക്ക് വേണ്ടി ഒരു വിവേചനവുമില്ലാതെ ഈ ആക്രമണങ്ങൾ ഗസയുടെ ഹൃദയഭാഗത്ത് മരണത്തിൻ്റെ നേൽ വിതറുകയാണ്. പട്ടിണിയുടെ വക്കിൽ നിൽക്കുന്ന ജനങ്ങൾക്കിടയിൽ ഞായറാഴ്ച മാത്രം 2 പേരാണ് പട്ടിണി മൂലം മരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 2023 ഒക്ടോബറിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം 422 പേർ പട്ടിണി മൂലം മാത്രം ജീവൻ നഷ്ടപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ യഥാർത്ഥ സംഖ്യ ഇതിനും എത്രയോ വലുതാണ്. ഗസ സിറ്റിയിലെ തെക്കൻ റൊമാൽ പ്രദേശത്തെ അൽ കൗദാർ ടവർ ഒരു ഭീകരമായ ആക്രമണത്തിന് കഴിഞ്ഞ ദിവസം വിധേയമായി. ഈ ടവർ ഒരു കാലത്ത് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ആശ്രയമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ നിന്ന് 10,000-കണക്കിന് ആളുകൾ പലായനം ചെയ്യാൻ നിർബന്ധിതരായിരിക്കുന്നു. ഒരു ദിവസം കൊണ്ട് 16-ലേറെ താമസ കേന്ദ്രങ്ങൾ, ബഹുനില കെട്ടിടങ്ങൾ ഉൾപ്പെടെ ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർക്കുകയാണ്. ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞ മവാസി പ്രദേശത്തേക്ക് കൂട്ടപ്പലായനം തുടരുകയാണ്. മവാസി ഒരു തുറന്ന ഭൂപ്രദേശമാണെങ്കിലും അവിടെ അടിസ്ഥാന സൗകര്യങ്ങളോ ഭക്ഷണമോ വെള്ളമോ പോലും ലഭ്യമല്ല. ഇതിനിടയിൽ ഇസ്രായേലിൻ്റെ സുരക്ഷാ മന്ത്രിസഭ യോഗം ഗസയിൽ കരയുദ്ധം ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളിലാണ്. അതിനിടെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേലിൻ്റെ ഗസ പദ്ധതി ചർച്ച ചെയ്യാൻ തെല്ലവീവിലെത്തി. ജെറുസലേമിലെ വെസ്റ്റേൺ മതിലിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. ഈ സന്ദർശനം അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഒരു വിഭാഗം ഇസ്രായേലിൻ്റെ നടപടികളെ പിന്തുണയ്ക്കുന്നുവെന്ന സന്ദേശവും നൽകുന്നുണ്ട്. എന്നാൽ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേലിൻ്റെ ഭീകരത തുടരുകയാണ്. അവിടെയും ജനങ്ങൾക്ക് സമാധാനമെന്നത് ഒരു അപ്രാപ്യമായ സ്വപ്നമായി മാറിയിരിക്കുന്നു. ലോകം മുഴുവൻ ഈ കൂട്ടക്കൊലകൾക്കെതിരെ പ്രതിഷേധിക്കുമ്പോൾ ഗസയിലെ ജനങ്ങൾ ഓരോ ദിവസവും മരണത്തിൻ്റെ നേലിൽ ജീവിക്കുകയാണ്. ആയിരക്കണക്കിന് കുട്ടികൾ അവരുടെ സ്കൂളുകൾ തകർന്ന് സ്വപ്നങ്ങൾ ചിതറി തെരുവിൽ അലയുകയാണ്. സ്ത്രീകൾ തങ്ങളുടെ കുടുംബത്തെ പോറ്റാനുള്ള മാർഗങ്ങളില്ലാതെ ദുരിതത്തിൻ്റെ ആഴങ്ങളിൽ മുങ്ങുകയാണ്. തങ്ങളുടെ ജീവിതകാലം മുഴുവൻ കെട്ടിപ്പടുത്തതെല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ട് എന്നിട്ടും ഈ ജനത പ്രതീക്ഷ കൈവിടുന്നില്ല. അവർ പോരാടുന്നുണ്ട്. നീതിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, മനുഷ്യത്വത്തിന് വേണ്ടി. നമുക്ക് അവർക്കൊപ്പം നിൽക്കാം, അവരുടെ ശബ്ദമാകാം. waytonikah.com, the exclusive Muslim matrimonial site.